ചേർത്തല NSS യൂണിയന്റെ വനിതാ സംരംഭമായ പത്മ കഫേയുടെ 2ാം വാർഷികം ആഘോഷിച്ചു. ഇത് 2ാം വർഷം പൂർത്തിയാകുകയാണ്. 3ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ഹൈവേയിലാണ് ഇത് ആദ്യമേ ആരംഭിച്ചത്. അസൗകര്യങ്ങൾ വന്നത് മൂലം NSSന്റെ യൂണിയൻ ഭവനത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നിരവധി ആളുകൾ ഇവിടെ വരികയും ഇവിടുത്തെ ഭക്ഷണത്തെ സംബന്ധിച്ചും ഇവിടുത്തെ പെരുമാറ്റത്തെ സംബന്ധിച്ചുമൊക്കെ നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തുടർന്നും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ സജീവമാക്കി കൊണ്ടുവരാനാണ് ഇതിൻ്റെ പ്രവർത്തകർ ഉദ്ദേശിക്കുന്നത്. കേരളത്തിലെമ്പാടും പത്മ എന്ന് പറയുന്ന നായർ സർവീസ് സൊസൈറ്റിയുടെ ഈ ബ്രാൻഡിനെയും ഈ ഹോട്ടലിൻ്റെ ബ്രാൻഡിനെയും വളരെ ഗംഭീരമായ രീതിയിൽ പ്രചാരം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് ഇത് ആരംഭിച്ചു. അത് കഴിഞ്ഞ് കൊട്ടാരക്കര, അടൂര്, അതുപോലെ ആലുവ, ഇപ്പോൾ പത്തനാപുരം, അതുപോലെ പന്തളം മുതലായ സ്ഥലങ്ങളിലും ഇത് ഉടനെ തന്നെ ആരംഭിക്കുകയാണ്. വളരെയധികം സഹായ സഹകരണങ്ങളും അതുപോലെ തന്നെ പൊതുജനങ്ങളിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ടൗണിൻ്റെ ഹൃദയഭാഗത്താണ് ഈ ഹോട്ടൽ എന്നുള്ളത് കൊണ്ട് സാധാരണ ജനങ്ങൾക്കും വളരെയധികം ഇത് പ്രയോജനപ്പെടുന്നുണ്ട്. വലിയ ഹോട്ടലുകളൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ റേറ്റിനെ സംബന്ധിച്ചും ഒക്കെ വളരെ സംതൃപ്തമായ രീതിയിലാണ് ഇതിൻ്റെ ആളുകൾ ഇതിൻ്റെ സേവനങ്ങൾ ഉപയോഗിച്ച് പോകുന്നത്. തുടർന്നും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഭംഗിയായി കൊണ്ടുപോകാൻ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് NSS ചേർത്തല താലൂക്ക് യൂണിയനും മന്നം സോഷ്യൽ സർവീസ് സൊസൈറ്റിയും ചേർന്ന് നടത്തുന്ന വനിതാ സംരംഭമായ പത്മ കഫേയുടെ 2ാം വാർഷികാഘോഷം നടന്നു. താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് പ്രൊഫസർ ഇലഞ്ഞിൽ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ സെക്രട്ടറി S ജയകൃഷ്ണൻ, സൊസൈറ്റി പ്രസിഡന്റ് CB മോഹനൻ നായർ, യൂണിയൻ കമ്മിറ്റി അംഗങ്ങളായ V ശ്രീകുമാർ, N രാമേന്ദ്രൻ, MN ബിമൽ, P സുരേഷ് കുമാർ, NSS ഇൻസ്പെക്ടർ നിഖിൽ വേണു എന്നിവർ പങ്കെടുത്തു. ശ്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി വനിതാ സംരംഭമായി തുടക്കം കുറിച്ച പത്മ കഫേ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് 2022 ഡിസംബർ മാസം 28-ാം തീയതിയാണ് യുവാനായ നായർ സർവീസ് സൊസൈറ്റിയുടെ ജനറൽ സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾ മധുരം ആശുപത്രിക്ക് ഓപ്പോസിറ്റ് വശത്തായിരുന്നു പത്മ കഫേ പ്രവർത്തനം തുടങ്ങിയത്. പക്ഷേ സാങ്കേതികമായി ഹൈവേയുടെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊതുജനങ്ങൾക്ക് പത്മ കഫേയിലേക്ക് കടന്നു ചെല്ലുവാനുള്ള ബുദ്ധിമുട്ടുകൾ പ്രമാണിച്ചുകൊണ്ട് അതിൻ്റെ ആൾക്കാർക്ക് അത് എത്തിച്ചെല്ലുവാൻ തടസ്സം വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് യുവാനായ NSS നിർദ്ദേശപ്രകാരം നമ്മുടെ താലൂക്ക് NSS ബിൽഡിങ്ങിലേക്ക് നമ്മൾ ഈ പത്മ കഫേ മാറ്റുകയും ഏറ്റവും പ്രധാനമായ ലക്ഷ്യമെന്ന് പറയുന്നത് പൊതുജനങ്ങൾക്ക് സ്വാദിഷ്ടമായ ശുദ്ധമായ മായം കലരാത്ത ഭക്ഷണപദാർത്ഥങ്ങൾ വിതരണം ചെയ്യുക, അതുപോലെ തന്നെ മിതമായ വിലയ്ക്ക് വിതരണം ചെയ്യുക, വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ പൊതുജനങ്ങൾക്ക് സംതൃപ്തിയാകുന്ന തരത്തിൽ ഭക്ഷണപദാർത്ഥങ്ങൾ വിതരണം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഇതിൻ്റെ ലക്ഷ്യം. എന്തായാലും 25ഓളം വനിതകൾ ഇന്നത്തെ പ്രവർത്തിക്കുന്നുണ്ട്. നാട്ടിലെ മുഴുവൻ എല്ലാ വിഭാഗം ജനങ്ങളുടെയും മുഴുവൻ പൊതുജനങ്ങളുടെയും ആത്മാർത്ഥമായ സഹകരണം ഈ പത്മ കഫേയിൽ ലഭിക്കുന്നുണ്ട്. ഇനിയും അത് കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.